കൊപ്പത്ത് വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം. മുളയങ്കാവ് റോഡിൽ മലബാർ സ്റ്റോഴ്സിന് എതിർവശം പ്രവർത്തിക്കുന്ന 3 കടകളിലാണ് മോഷണം നടന്നത്. തിരുപ്പൂർ ഔട്ട്ലെറ്റ്, മൗസ് ക്ലിക്ക് കമ്പ്യൂട്ടർ ഷോപ്പ്, ലുക്വെൽ ജെൻസ് ടൈലർ ഷോപ്പ് എന്നീ സ്ഥാപനങ്ങളിലാണ് കള്ളൻ കയറിയത്. സ്ഥാപനങ്ങളുടെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയിരിക്കുന്നത്. തിരുപ്പൂർ ഔട്ട്ലെറ്റിൽ നിന്നും 5000 രൂപയുടെ വസ്ത്രങ്ങളും പണവും മോഷ്ടിച്ചു. മറ്റ് കടകളിൽ മോഷണശ്രമം നടന്നെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് വിവരം. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് മോഷണം നടന്നിട്ടുള്ളത്. മോഷ്ടാവ് കടകളിൽ കയറുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കൊപ്പത്ത് മോഷണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് KT ഷാജി ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി സമയത്ത് കൊപ്പത്ത് 3-4 കടകളിൽ മോഷണശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇതിന് സമാനമായി മോഷണശ്രമം ഒരു വർഷം മുമ്പ് നടന്നിരുന്നു. അപ്പോൾ കൊപ്പത്ത് തുടർക്കഥയായി മാറുകയാണ്. അധികാരികൾ കണ്ടു തുറക്കണം. വ്യാപാര സമൂഹത്തോട് പറയാനുള്ളത്, നിങ്ങൾ രാത്രി കടകൾ അടച്ചു പോകുമ്പോൾ നിങ്ങളുടെ ലോക്ക് പൂർണ്ണമായും സുരക്ഷിതമാക്കി ലോക്ക് ചെയ്തുകൊണ്ട് CCTV ക്യാമറകൾ പുറത്തേക്ക് പ്രദർശിപ്പിക്കുക. മാക്സിമം ലൈറ്റുകളെല്ലാം പുറത്തേക്ക് ഇട്ടിട്ട് സുരക്ഷ ഉറപ്പുവരുത്തുക. അധികാരികൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൊപ്പത്ത് ഈ മോഷണ പരമ്പര തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. കാര്യമായി ഒരു നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും കുറച്ച് വസ്ത്രങ്ങൾ തുണിക്കടയിൽ നിന്ന് പോയിട്ടുണ്ട്. അതുപോലെ ഡോറുകളെല്ലാം തകർത്ത് നാശനഷ്ടം ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധ ചെലുത്തണമെന്ന് പ്രത്യേകം പറയണം.